നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. നമ്മുടെ കർത്താവിൻ്റെ അന്ത്യ നിയോഗം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ അന്ത്യാഭിലാഷം പറയുന്നത് തൻ്റെ മരണശേഷം സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പായിട്ടാണ്. അത് വലിയ നിയോഗം അല്ലെ ഗ്രേറ്റ് കമ്മീഷൻ എന്നറിയപ്പെടുന്ന കാര്യമായിരുന്നു. യേശു തൻ്റെ ശിഷ്യന്മാർക്ക്, ലോകാവസാനം വരെയുള്ള ശിഷ്യന്മാർക്ക് ഒരു നിയോഗം നൽകുകയാണ്. എന്താണ്? നിങ്ങൾ പുറപ്പെട്ട് സകലരോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും സകല രാജ്യത്തുള്ള ആളുകളെയും എൻ്റെ ശിഷ്യരാക്കണം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ അന്ത്യനിയോഗത്തെ ഗൗരവത്തിലെടുക്കാത്ത ആളുകളുണ്ട്. കാരണം അവർ പറയുന്നത് അത് മത്തായി സുവിശേഷത്തിൽ അല്ലെങ്കിൽ മത്തായിലും മർക്കോസിലും മാത്രമേ ഉള്ളൂ. ലൂക്കോസിലും യോഹന്നാനിലും അതങ്ങനെ തന്നെ ഇല്ല. അതുകൊണ്ട് ഇതെല്ലാവർക്കും ബാധകമല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ക്രിസ്തീയ വിശ്വാസികളുടെ അല്ലെങ്കിൽ ക്രിസ്തു മതക്കാരുടെ മക്കൾക്ക് ശിശുസ്നാനം മതി എന്ന് ആലോചിച്ച് തീരുമാനിച്ച് നടപ്പിൽ വരുത്തിയത്. പക്ഷേ ലോകാവസാനം വരെയുള്ള ക്രിസ്തു ശിഷ്യന്മാർ ചെയ്യേണ്ടത് ആദ്യം അവരെ ജനത്തെ സുവിശേഷം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, വിശ്വസിക്കുന്ന ആളുകളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുക. പിന്നീട് യേശു കൽപ്പിച്ചതെല്ലാം പ്രമാണിക്കാൻ അവരെ പഠിപ്പിച്ച് അവരെ തൻ്റെ ശിഷ്യരാക്കുക എന്നുള്ളതാണ്. ഈ വാക്യത്തെ സംബന്ധിച്ച് പഠിച്ചാൽ ഒരു കൽപ്പനയുള്ളൂ ഇതിനകത്ത്. പോകണം, പ്രസംഗിക്കണം, സ്നാനപ്പെടുത്തണം, പഠിപ്പിക്കണം, ശിഷ്യരാക്കണം. ഇതെല്ലാം വ്യത്യസ്ത കൽപ്പനകളല്ല. ഇതെല്ലാം ഒരു കാര്യത്തിനു വേണ്ടിയുള്ള കൽപ്പനകളാണ്. ഒരു കൽപ്പനയേ ഉള്ളൂ. ആ കൽപ്പന യേശുവിൻ്റെ ശിഷ്യരാക്കുക എന്നുള്ളതാണ്. യേശുവിന് കുറെ അനുഭാവികളെയോ വിശ്വാസികളെയോ അല്ല വേണ്ടത്. ക്രിസ്തീയ പേരുള്ള കുറെ ആളുകളെ അല്ല, അല്ലെങ്കിൽ കഴുത്തിലൊരു മതചിഹ്നം തൂക്കുന്ന ആളുകളെ അല്ല തനിക്ക് വേണ്ടത്. പലപ്പോഴും സഭായോഗത്തിന് അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ വരുന്ന ആളുകളെ അല്ല തനിക്ക് വേണ്ടത്. യേശുവിന് വേണ്ടത് ശിഷ്യന്മാരെയാണ്. ശിഷ്യന്മാര് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അവര് ശിഷ്യത്വം പഠിക്കണം, ഡിസിപ്ലിൻഡ് ആകണം. രണ്ടാമത് അവര് മറ്റുള്ളവരെ പഠിപ്പിക്കണം. ഇങ്ങനെയുള്ള ആളുകളെയാണ്. യേശുവിന് അനുഭാവികളെ വേണ്ട, അനുഗാമികളെ മതി, തൻ്റെ വക്താക്കളെ മതി. എല്ലാ സ്ത്രീ പുരുഷന്മാരും, അതായത് യേശുവിൻ്റെ മഹത്വം മനസ്സിലാക്കുന്ന സകല സ്ത്രീ പുരുഷന്മാരും തൻ്റെ വക്താക്കളാകണം. അവർ യേശുവിൽ എന്ത് കണ്ടു എന്നുള്ളത് മറ്റുള്ളവരോട് പറയണം, മക്കളോട് പറയണം, അടുത്ത അയൽക്കാരോട് പറയണം, ചാർച്ചക്കാരോട് പറയണം, സാധിക്കുന്ന എല്ലാവരോടും അവരത് പറയാൻ തയ്യാറാകണം. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ, സ്ത്രീ പുരുഷന്മാർ കണ്ടുമുട്ടിയ സകലരോടും യേശുവിനെ കുറിച്ച് പറഞ്ഞു, സാക്ഷിച്ചു. ആദ്യ യെരുശലേമിൽ, പിന്നെ യഹൂദിയിൽ, പിന്നെ ശമരിയിൽ, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം അവർ യേശുവിൻ്റെ സാക്ഷികളാകുകയായിരുന്നു. യേശുവിനെ കണ്ടത് അവര് പറയുകയായിരുന്നു. അപ്പോൾ യേശുവിന് വേണ്ടത് ശിഷ്യന്മാരെയാണ്. അതിനുവേണ്ടി പുറപ്പെടണം, അതിനുവേണ്ടി പ്രസംഗിക്കണം, അല്ലെങ്കിൽ അത് സാക്ഷ്യം വഹിക്കണം, അതിനുവേണ്ടി സ്നാനപ്പെടുത്തണം, അതിനുവേണ്ടി പഠിപ്പിക്കണം. അവസാനം ആളുകൾ യേശുവിൻ്റെ ശിഷ്യരാകാൻ തയ്യാറാകണം. ഇതാണ് ക്രിസ്ത്യാനിത്വം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നത് കുട്ടികളെ ആയാലും പ്രായമുള്ളവരെ ആയാലും വിശ്വാസം ഏറ്റുപറഞ്ഞവരെ ആയാലും, അതായത് സ്നാനപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഏതോ ശക്തി വ്യാപരിക്കും എന്നൊക്കെ വല്ലാതെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്നാനപ്പെടുത്തുമ്പോൾ പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും പറയണം
എന്ന് ഉള്ള ഒരു കാര്യത്തിൽ മാത്രം അതിനെ ഒതുക്കാൻ പാടില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെന്നാണ്, നാമങ്ങളിലെന്നല്ല. എന്താണ് ആ വ്യത്യാസം? ആ വ്യത്യാസം പഠിക്കണമെങ്കിൽ നാമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കണം. നാമം എന്ന് പറഞ്ഞാൽ പേരാണെന്നാണ് പലരുടെയും ധാരണ. അല്ല, ബൈബിളിൽ നാമം എന്ന് പറയുന്നത് ദൈവത്തിനാണ്. നാമം എന്നുള്ളതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തികളുമാണ്. ദൈവത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കുമാണ് നാമം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പിതാവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ എന്താണ്? പിതാവ് ദൈവമാണ്. സ്വാഭാവിക ഗുണലക്ഷണങ്ങളും ധാർമ്മിക ഗുണലക്ഷണങ്ങളും നിറഞ്ഞ ദൈവമാണ് പിതാവ്. ആ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവം ലോകത്തെ സ്നേഹിച്ചു, മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ, രക്ഷാമാർഗം ഒരുക്കുവാൻ ദൈവത്തിന് കൃപ തോന്നി, ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ് പിതാവിൻ്റെ നാമം. പുത്രന്റെ നാമം എന്ന് പറഞ്ഞാൽ എന്താണ്? പുത്രൻ പിതാവിന് തുല്യം സ്വാഭാവിക ഗുണലക്ഷണങ്ങളായ സർവശക്തി, സർവജ്ഞാനം, സർവ്വവ്യാപകത്വം, നിത്യത്വം, സൃഷ്ടികർമ്മം, രക്ഷാകർമ്മം, ന്യായവിധി, വിശുദ്ധി, ഇതെല്ലാം നീതി, ഇതെല്ലാം നിറഞ്ഞവനും ഒപ്പം ധാർമ്മിക ഗുണലക്ഷണങ്ങളായ സ്നേഹം, കരുണ, ദയ, ഇതെല്ലാം നിറഞ്ഞവനുമാണ്. ഒപ്പം ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്താണ്? പുത്രന്റെ പ്രവൃത്തി എന്താണ്? മനുഷ്യനു വേണ്ടി യാഗമായി, മനുഷ്യന്റെ നരകം അനുഭവിക്കാൻ മനുഷ്യനായി ഭൂമിയിൽ വന്ന് ദൈവത്വം തെളിയിച്ച ശേഷം മനുഷ്യന്റെ എല്ലാം അവസാനം ഈ ഭൂമി ജനിക്കാൻ പോകുന്ന ശിശുവിൻ്റെയും കൂടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് യാഗമായി. അതാണ് പുത്രന്റെ പ്രവൃത്തി, അതാണ് പുത്രന്റെ നാമം. എന്താണ് പരിശുദ്ധാത്മാവിന്റെ നാമം? ദൈവത്തിന്റെ സ്വാഭാവിക ഗുണലക്ഷണങ്ങളും ധാർമ്മിക ഗുണവിശേഷങ്ങളും പിതാവിലും പുത്രനിലും ഉള്ളതുപോലെ ഒട്ടും കുറയാതെ പരിശുദ്ധാത്മാവിലും. സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സൃഷ്ടാവാണ്, രക്ഷിതാവാണ്, പരിപാലകനാണ്, ന്യായാധിപനാണ്, വിശുദ്ധനാണ്, നീതിമാനാണ്. അത് സ്വാഭാവിക ഗുണലക്ഷണം. ധാർമ്മിക ഗുണലക്ഷണങ്ങൾ സ്നേഹവും സത്യവും നീതിയും പരിശുദ്ധിയും എല്ലാം പിതാവിലും പുത്രനിലും ഉള്ളതുപോലെ പരിശുദ്ധാത്മാവിലും ഉണ്ട്. ഇനി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്താണ്? പരിശുദ്ധാത്മാവാണ് യേശു കുരിശിലൊരുക്കിയ ഈ രക്ഷയുടെ മഹത്വം ആളുകളെ ബോധ്യപ്പെടുത്തുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തി വിശ്വസിക്കുന്ന ആളുകളെ ശുദ്ധീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതാണ് പരിശുദ്ധാത്മാവിന്റെ നാമം. പക്ഷെ 3 ദൈവങ്ങളില്ല. സാരാംശത്തിൽ തുല്യതയുള്ള ഏക ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷെ 3 ആളത്വങ്ങളുണ്ട്. ആ 3 ആളത്വങ്ങൾക്ക് സാരാംശം തുല്യമാണ്, എന്നാൽ അവരുടെ പ്രവൃത്തി വ്യത്യസ്തമാണ് എന്ന് മാത്രം. അപ്പോൾ പിതാവ് ദൈവമാണെന്നും പുത്രൻ ദൈവമാണെന്നും പരിശുദ്ധാത്മാവ് ദൈവമാണെന്നും മനസ്സിലാക്കി, എന്നാൽ 3 ദൈവമില്ല, ഏക ദൈവമാണ് എന്ന് മനസ്സിലാക്കി ആ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വിശ്വസിച്ച് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ചെയ്യുന്ന സത്യപ്രതിജ്ഞയാണ് സ്നാനം എന്നുള്ളത്. അതായത് യെരുശലേമിലെ ആട്ടുവാതുക്കൽ അസുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഒരു മുടന്തനിരുന്നു. പത്രോസ് യോഹന്നാനും അതുവഴി പോയപ്പോൾ അദ്ദേഹം ഭിക്ഷ ചോദിച്ചു. പത്രോസ് പറഞ്ഞു, വെള്ളിയും പോലും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് യേശുവിന്റെ നാമമുണ്ട്. യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ദൈവത്വം. ദൈവമായ യേശു തന്റെ ദൈവത്വം തെളിയിച്ച ശേഷം അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെയും അനേക ആളുകൾക്ക് രോഗസൗഖ്യവും ഒക്കെ നൽകി. അപ്പോൾ യേശുവിന്റെ നാമമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ഇരുന്ന മനുഷ്യൻ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചു, യേശുവിന്റെ ദൈവത്വത്തിൽ വിശ്വസിച്ചു. തൊട്ടു താഴെ വായിക്കുന്നത്, ഈ ബലഹീന മനുഷ്യൻ ആരോഗ്യം പ്രാപിക്കാൻ കാരണമായത് അവന്റെ നാമത്തിലെ വിശ്വാസത്താലാണ്. പത്രോസ് പറയുകയാണ്, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഈ മുടന്തനെ നടക്കുമാറാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. യേശുക്രിസ്തുവിന്റെ നാമത്തിലെ വിശ്വാസത്താലാണ് ഇവൻ ആരോഗ്യം പ്രാപിക്കുവാൻ കാരണമായത്. അപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ് എന്ന് വിശ്വസിച്ച്, പിതാവിനെ സ്നേഹിച്ചു എന്ന് വിശ്വസിച്ച്, പുത്രൻ എനിക്കായി മരിച്ചു യാഗമായി എന്ന് വിശ്വസിച്ച്, പരിശുദ്ധാത്മാവ് കാര്യം എന്നെ അറിയിച്ചു എന്ന് വിശ്വസിച്ച് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും സത്യമേ ചെയ്യുകയാണ് മരണം വരെ, ഞാൻ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും തള്ളിപ്പറയുകയില്ല. ഇതാണ് സ്നാനം. യേശു പറയുകയാണ്, നിങ്ങൾ പോയി പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും നിങ്ങൾ പ്രസംഗിക്കണം. പിതാവ് ലോകത്തെ സ്നേഹിച്ചു. അതാണല്ലോ ബൈബിളിന്റെ ചുരുക്കം. യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും
നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിങ്ങളിത് പ്രസംഗിക്കണം. പിതാവ് സ്നേഹിച്ച കാര്യം, പുത്രൻ യാഗമായ കാര്യം, പരിശുദ്ധാത്മാവ് ഈ കാര്യം ബോധ്യപ്പെടുത്തുന്ന കാര്യം നിങ്ങൾ പ്രസംഗിക്കണം. ലോകത്തിന്റെ അവസാനം വരെ നിങ്ങൾ പ്രസംഗിക്കണം. അവസാന ശിശുവിനോട് നിങ്ങൾ പ്രസംഗിക്കണം. വിശ്വസിക്കുന്ന ആളുകളെ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും സത്യപ്രതിജ്ഞ ചെയ്യിക്കണം. എന്ന് മാത്രമല്ല, നിങ്ങൾ അവരെ ബൈബിൾ പഠിപ്പിച്ച് എൻ്റെ ശിഷ്യരാക്കണം. ഞാൻ ലോകാവസാനം വരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് യേശുവിൻ്റെ അന്ത്യനിയോഗം. ഈ അന്ത്യനിയോഗത്തെ അനേകർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പക്ഷേ അത് മനസ്സിലാക്കാനും അതിനെ ആദരിക്കുവാനും ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.